നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കാർട്ടൂൺ കാണുന്നത് കൊണ്ടുള്ള ഗുണങ്ങളും മുതിർന്നവർ കാർട്ടൂൺ കാണുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ please subscribe to our channel too, and please don't forget to click the bell so you can be the first to receive all of our updates. ചെറുപ്പത്തിൽ കാർട്ടൂൺ കാണാൻ ഇഷ്ടമില്ലാത്തവരായി ആരും തന്നെ ഇല്ല. സ്കൂൾ വിട്ടാൽ കാർട്ടൂൺ കാണാൻ ഓടിയെത്തിയവരായിരിക്കും നമ്മളിൽ പലരും. അമേരിക്കയിൽ നടത്തിയ പഠനത്തിൽ കാർട്ടൂൺ കാണുന്നത് മുതിർന്നവരുടെ മാനസിക ആരോഗ്യത്തിന് വളരെ നല്ലതാണ് എന്നുള്ളൊരു പഠനഫലം കണ്ടെത്തിയിരിക്കുന്നു. ചിരിയുടെ നല്ല ഉറവിടങ്ങളാണ് എപ്പോഴും നല്ല കാർട്ടൂണുകൾ. അപ്പോൾ മുതിർന്നവർ കാർട്ടൂൺ കാണുന്നത് അവരുടെ മനസ്സിന്റെ ആരോഗ്യത്തിനും സന്തോഷത്തിനും വളരെ നല്ല രീതിയിൽ തന്നെ സ്വാധീനിക്കും. അപ്പോൾ അമേരിക്കയിൽ നടത്തിയ സർവേ പ്രകാരം 18 മുതൽ 49 വയസ്സിന് ഇടയിലുള്ളവരാണ് കാർട്ടൂൺ നെറ്റ്വർക്ക് അധികമായി കാണുന്നത്. അപ്പം മുതിർന്നവർ കാർട്ടൂൺ കാണുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. പക്ഷേ സമൂഹം കാർട്ടൂൺ കാണുന്ന മുതിർന്നവരെ പക്വതയില്ലാത്തവരായി കാണുന്നു. പക്ഷെ നിങ്ങൾ ഇത് കേട്ട് വിഷമിക്കേണ്ട. നിങ്ങൾ ഇപ്പോഴും മനസ്സിൽ ചെറുപ്പം കൊണ്ട് നടക്കുന്നവരാണ്. നമ്മൾ പറഞ്ഞല്ലോ 18നും 49 വയസ്സിനും ഇടയിലുള്ളവരാണ് കൂടുതലായിട്ട് കാർട്ടൂൺ കാണുന്നതെന്ന്. സോ ഒരുപാട് പേരാണ് കാർട്ടൂൺ കാണുന്നത് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കാർട്ടൂൺ കാണാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മുതിർന്നവർ കാർട്ടൂൺ കാണുന്നത് കൊണ്ടുള്ള ഗുണങ്ങളെ കുറിച്ചാണ്. ഒന്നാമത്തെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സ്ട്രെസ് റിലീവർ ആണ്. കാർട്ടൂണുകൾ എപ്പോഴും മികച്ച സ്ട്രെസ് റിലീവേഴ്സ് ആണ്. നിങ്ങളിപ്പോൾ പൂർണ്ണമായി മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന ടൈമിൽ TV ഓണാക്കി ടോം ആൻഡ് ജെറി, മിസ്റ്റർ ബീൻ പോലുള്ള കാർട്ടൂൺസുകൾ കാണുമ്പോൾ നിങ്ങളുടെ മാനസിക സമ്മർദ്ദം കുറഞ്ഞതുപോലുള്ളൊരു ഫീൽ നിങ്ങൾക്ക് അനുഭവപ്പെടും. രണ്ടാമത്തത് പറയുന്നത് ആത്മവിശ്വാസം വർദ്ധിക്കും എന്നതാണ്. അതായത് മിക്ക കാർട്ടൂണുകളുടെ തീം എന്ന് പറയുന്നത് തിന്മയ്ക്കെതിരെ പോരാടുക എന്നതാണ്. അപ്പം അതുപോലുള്ള സൂപ്പർ ഹീറോ കാർട്ടൂണുകളോ സൂപ്പർ ഹീറോ ഫിലിംസുകളോ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ ഊർജ്ജസ്വലനാവുകയും നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും. ഇനി മൂന്നാമതായി പറയുന്നത് നിങ്ങളുടെ പണ്ടത്തെ മെമ്മറീസ് നിങ്ങൾക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നതാണ്. നമ്മൾ കുട്ടിക്കാലത്ത് കണ്ടിരുന്ന കാർട്ടൂണുകൾ ഇപ്പോഴും മനസ്സിൽ പതിഞ്ഞു കിടക്കുന്നുണ്ടാകും അല്ലേ? കൊച്ചു TVയിലോ പോഗോയിലോ അല്ലെങ്കിൽ കാർട്ടൂൺ നെറ്റ്വർക്കിലോ അതോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു ചാനലിൽ കാർട്ടൂൺ കണ്ടവരായിരിക്കും നമ്മളിൽ പലരും. ആ കാർട്ടൂൺസ് എല്ലാം നല്ലൊരു ഓർമ്മയായി നമുക്ക് ഇപ്പോഴും മനസ്സിലുണ്ടാകും. കാർട്ടൂണുകൾ കാണുമ്പോൾ പണ്ടത്തെ വേറെ കുറെ ഓർമ്മകളും നമുക്ക് വന്നേക്കാം. കാർട്ടൂണിലെ കഥകൾ നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടാകും. അതുപോലെ തന്നെ കാർട്ടൂണുകളുടെ ക്യാരക്ടേഴ്സ് ഇത് ഞാനാണ്, ഇത് നീയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും നമ്മളിൽ പലരും. നിങ്ങൾ തന്നെ ഒന്ന് ഓർത്തു നോക്കൂ, നിങ്ങൾ കാർട്ടൂൺ കാണുന്ന ആ ഒരു ഏജിൽ നിങ്ങൾ എത്രത്തോളം ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നതെന്ന്. കാർട്ടൂണുകൾ അത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് നമ്മളെ. നാലാമതായി പറയുന്നത് കാർട്ടൂണുകൾ നല്ല ജീവിത പാഠങ്ങൾ നൽകുന്നു എന്നതാണ്. മിഷിഗ യൂണിവേഴ്സിറ്റിയിൽ കണ്ടെത്തിയ പഠനത്തിൽ സ്കൂൾ കുട്ടികൾ കൂടുതലും ആകർഷകരാകുന്നത് കാർട്ടൂൺ കാണുന്നതിനാണ്. അപ്പം കാർട്ടൂണുകൾ കുട്ടികളെയും മുതിർന്നവരെയും പഠിപ്പിക്കുന്ന ജീവിത പഠനങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒരു നല്ല ടീം ലീഡർ ആവുന്നത് എങ്ങനെ, ഒരു സമൂഹത്തിന് ഭാഗമാകുന്നത് എങ്ങനെ, ഒരു യാഥാർത്ഥ സുഹൃത്താകുന്നത് എങ്ങനെ, ജീവിതത്തിൽ എങ്ങനെ നായകനാകാം എന്നൊക്കെ നമുക്ക് നല്ല കാർട്ടൂണുകൾ പഠിപ്പിച്ചു തരുന്നു. സോ ഇതൊക്കെയാണ് കാർട്ടൂൺ കാണുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സുകൾ. ഇനി നിങ്ങൾ തന്നെ പറ, മുതിർന്നവർ കാർട്ടൂൺ കാണുന്നത് ഒരു തെറ്റായ കാര്യം ആണോ എന്ന്. അതുപോലെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതലും ഇഷ്ടപ്പെട്ട കാർട്ടൂൺ ഏതാണെന്ന് കമൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ മുതിർന്ന ആരെങ്കിലും ഇപ്പോഴും കാർട്ടൂണുകൾ കാണുകയാണെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ അവർക്ക് ഷെയർ ചെയ്യും. I have to go. Hey bear, wait for me.